ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തിങ്കളാഴ്ച, അതായത് 25-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. ഈ മാസവും 2000 രൂപ തന്നെയാണ് ധനസഹായമായിട്ട് ലഭിക്കുക. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. 2011-2016 കാലഘട്ടത്തിലെ UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഘട്ടം ഘട്ടമായി പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് ഇനി 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം പെൻഷൻ വിതരണം 25-ാം തീയതി മുതൽ ആരംഭിച്ച് അടുത്ത ആഴ്ചയോടെ വിതരണം അവസാനിക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച തന്നെ വിതരണം ആരംഭിക്കുമെങ്കിലും എല്ലാവർക്കും അന്ന് തന്നെ തുക ലഭിക്കണമെന്നില്ല. കൈകളിൽ ലഭിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ വഴി കൈകളിലെത്താൻ താമസം നേരിട്ടേക്കാം. അതിനാൽ വിതരണത്തിന് ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, പുതിയ UDF സർക്കാരിൻ്റെ പ്രഖ്യാപനമായ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി KSRTC. ഓർഡിനറി ബസ്സുകൾ മുതൽ ഫാസ്റ്റ് പാസഞ്ചർ വരെയുള്ള സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകാനാണ് ഇപ്പോൾ നിലവിൽ ആലോചിക്കുന്നത്. പദ്ധതിയുടെ പ്രായോഗിക രൂപരേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് KSRTC CMD പ്രമോദ് ശങ്കർ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അടുത്ത മാസം 15-ാം തീയതി മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്തൽ, ഏതൊക്കെ വിഭാഗം ബസ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്നും യാത്രാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് സർക്കാർ ഉടൻ തന്നെ വിശദമായ പദ്ധതി തയ്യാറാക്കും. KSRTCക്ക് ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത സർക്കാർ എങ്ങനെ നികത്തുമെന്ന കാര്യത്തിലും ഇതിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. സൗജന്യ യാത്ര മൂലമുള്ള സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സൗജന്യം സിറ്റി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഉണ്ടാകുക. സ്വദേശത്തു നിന്നും നിശ്ചിത ദൂരത്തേക്ക് ആക്കുക, അതുപോലെ നിശ്ചിത തുകയ്ക്കുള്ള സൗജന്യ കാർഡുകൾ പുറത്തിറക്കുക തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങൾ മാനേജ്മെൻറ്റ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിദിന വരുമാനത്തിൽ 3.2 കോടിയുടെ കുറവുണ്ടാകും. പ്രതിമാസ ബാധ്യത 96 കോടിയും നിലവിൽ പ്രതിദിന വരുമാനം 8 കോടിയുമാണ്. പെൻഷൻ 80 കോടിയും ശമ്പളത്തിന് 50 കോടിയും പ്രതിമാസം സർക്കാർ നൽകിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് ഇത് വലിയ ബാധ്യതയാകുമെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ വിലയിരുത്തൽ. 3100 കോടി രൂപയാണ് സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ള കടബാധ്യത. KSRTC ബസ്സുകളിലെ വനിതാ യാത്രക്കാർ ആകെ യാത്രക്കാരുടെ 40%-ത്തിലേറെയാണ്. സിറ്റി ഓർഡിനറി ബസ്സുകളിൽ ഇത് 60%. വനിതാ സൗജന്യ യാത്ര മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആന്ധ്രാപ്രദേശിൽ സൗജന്യം നിശ്ചിത ദൂരത്തേക്ക് മാത്രമാണ്. ഇതിന് വനിതാ യാത്രികർക്ക് അവരുടെ താമസരേഖ കയ്യിൽ കരുതണം. നേരെ മറിച്ച് ജമ്മു കാശ്മീരിൽ സ്മാർട്ട് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംവിധാനം ഈ ബസ്സുകളിലും ഓർഡിനറി ബസ്സുകളിലും മാത്രമാണ് ഉള്ളത്. അതുപോലെ തെലുങ്കാനയിൽ മഹാലക്ഷ്മി പദ്ധതി എന്ന പേരിൽ ഈ പദ്ധതി അറിയപ്പെടുന്നു. non-AC സ്റ്റേറ്റ് ബസ്സുകളിൽ മാത്രമാണ് ഈ ആനുകൂല്യമുള്ളത്. അതുപോലെ പഞ്ചാബിൽ ഓർഡിനറി ബസ്സുകളിൽ തിരിച്ചറിയൽ രേഖ നിർബന്ധമാണ്. അതുപോലെ കർണാടകയിൽ ശക്തി പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. സൂപ്പർ ക്ലാസുകൾ ഒഴികെ നിയന്ത്രണങ്ങളോടെ മറ്റു ബസ്സുകളിലും ഉണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ വിദ്യാൽപായനം പദ്ധതി വൈറ്റ് ബോർഡ് ബസ്സുകളിൽ പരമാവധി 40 കിലോമീറ്റർ വരെ മാത്രമേ ഈ പദ്ധതിയുള്ളൂ. അതുപോലെ ന്യൂഡൽഹിയിൽ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യമായി പിങ്ക് ടിക്കറ്റ് നൽകുന്നുണ്ട്.